സൗദി പ്രോ ലീഗ് മത്സരത്തിനിടെ കാണികൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ച റൊണാൾഡോയ്ക്ക് ഒരു മത്സരത്തിന് വിലക്കേർപ്പെടുത്തി 10,000 റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു വിവരങ്ങളുമായി. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് റൊണാൾഡോയുടെ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെയാണ് നമ്മൾ ആ വാർത്ത പുറത്ത് വന്നത്. അതായത് സൗദി പ്രോ ലീഗ് മത്സരത്തിനിടെ എതിർ ടീം ആരാധകർ മെസ്സി ചാൻഡുമായി റൊണാൾഡോയെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധം അറിയിച്ചാണ് അദ്ദേഹം കാണികൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചത്. ഗോളടിച്ചതിന് ശേഷമൊക്കെ തന്നെ വലിയ രീതിയിൽ ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കുകയും അത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ റൊണാൾഡോക്കെതിരെ കടുത്ത നടപടി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ വിലക്ക് കുറഞ്ഞ ഒരു തരത്തിൽ തന്നെയാണ്. പക്ഷേ ഒരു മത്സരത്തിലെ വിലക്കാണ് ഇപ്പോൾ റൊണാൾഡോയ്ക്ക് ചുമത്തിയിരിക്കുന്നത്. 10,000 റിയാൽ പിഴയും ചുമത്തണം. ഒരുപക്ഷെ പല ഫുട്ബോൾ പണ്ഡിറ്റ്സും പ്രവചിച്ചത് പ്രകാരം ഒരുപക്ഷെ റൊണാൾഡോയ്ക്ക് 3 മത്സരത്തിലടക്കം വിലക്ക് കിട്ടാമെന്നായിരുന്നു. പക്ഷേ അവരുടെ ഈ സൗദി പ്രോ ലീഗിൻ്റെ തന്നെ മുഖമായ ഒരു താരത്തിനെതിരെ വലിയ നടപടികളിലേക്ക് പോയാൽ അത് ലീഗ് തന്നെ ക്ഷീണമാവും എന്നതുകൊണ്ടാവണം ഒരുപക്ഷെ വിലക്ക് ഒറ്റ മത്സരത്തിലായി ഒതുക്കിയത്. പക്ഷേ റൊണാൾഡോ അടക്കം ഏത് വലിയ താരമാണെങ്കിലും അവരുടെ കർശന നിയമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന സൂചന കൂടിയാണ് സൗദി ഫുട്ബോൾ അസോസിയേഷൻ നൽകുന്നത്. എന്തായാലും റൊണാൾഡോയ്ക്ക് ഇന്നത്തെ നടക്കുന്ന അൽ അഹ്മിനെതിരായ മത്സരം നഷ്ടമാകും. റൊണാൾഡോയെ ഈ ടീമിൻ്റെ 11-ലൊക്കെ തന്നെ കോച്ച് പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ മത്സരം അങ്ങനെ റൊണാൾഡോയ്ക്ക് നഷ്ടമാകും. പക്ഷേ ഇത് വലിയ പ്രതിഷേധമാണ് റൊണാൾഡോയുടെ ടീമായ അൽ നസറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് ഈ മത്സരത്തിൻ്റെ 7-ാം മിനിറ്റിൽ റൊണാൾഡോയുടെ വലിയ ബാനർ ഉയർത്തി ഈ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ അൽ നസർ ഫാൻസിൻ്റെ തീരുമാനം. എന്തായാലും റൊണാൾഡോയുടെ ഈ നടപടിയിൽ റൊണാൾഡോ ഇനി എങ്ങനെ ഇതിനകത്ത് മറുപടി കൊടുക്കും എന്നൊക്കെ തന്നെ അറിയാനാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നത്.